Hello everyone, welcome back to Raj Talk. Supergirl, ഡയറക്ടർ ക്രേഗ്, DC കോമിക്സ്, DC ഫ്രാഞ്ചൈസ് മൂവീസ് ഇതിൻ്റെയൊക്കെ ഇപ്പോൾ ഏറ്റവും പുതിയ അഡീഷൻ ആയിട്ട് വന്നിരിക്കുന്ന സൂപ്പർ ഗേൾ. ഇതിൻ്റെ ഒരു വെബ് സീരീസ് ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു സിനിമ കാണുന്നതിന് മുമ്പ് ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ. എന്തായാലും ഞാനത് കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ വലിയ DC മാർവൽ മൂവീസ് അങ്ങനെ മൊത്തത്തിലിരുന്ന് കാണുന്ന ഒരാളല്ല. അപ്പോൾ എനിക്കങ്ങനെ അധികം ഇതിനകത്തെ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് അറിയില്ല. പക്ഷെ ചെറിയ റിസർച്ചുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പോയത്. ഇൻ കേസ് എല്ലാവരും പറഞ്ഞു എന്ത് പേസ് മേക്കർ എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഉണ്ട്, അതിനകത്തു നിന്നുള്ള സർപ്രൈസ് ക്രോസ് ഓവർ ഉണ്ടാവും, സൂപ്പർമാൻ ഇതിനു മുമ്പ് ഇറങ്ങിയത് കാണണം, അത് കണ്ടാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. പക്ഷെ അങ്ങനെയൊക്കെ ഒരുപാട് ഇതായി സിനിമ മനസ്സിലാകുമോ എന്ന് വിചാരിച്ച് ആദ്യ പിടിച്ച് പോയി കണ്ടിട്ട് എനിക്ക് ട്രെയിലർ കണ്ടിട്ട് ഈ പടം ഇഷ്ടമായി. അങ്ങനെയാണ് ഇന്നായത്. അങ്ങനെ പോയി കണ്ടിട്ട് എനിക്ക് അങ്ങനെ വലിയ സംഭവ ബഹുലമായിട്ട് ഒന്നും തന്നെ തോന്നിയില്ല. ഡയലോഗുകളിലും മറ്റ് ഇതിലും ഒന്നും വേറെ ക്രോസ് ഓവർ കാര്യങ്ങളോ മൾട്ടിവേഴ്സോ അങ്ങനെ ഒരു പരിപാടി ഇതിനകത്ത് പിടിച്ചിട്ടില്ല. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള വളരെ ജനറിക് ആയിട്ടുള്ള ഒരു കഥ, ഒരു പ്രതികാര കഥ, ഒരു 3 മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. സൂപ്പർ ഗേൾ മിലി ആൽകോക്ക് ഒരു ഓസ്ട്രേലിയൻ ആക്ട്രസ് ആണ്. പുള്ളിക്കാരി നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു എഫേർട്ടിനൊത്ത ഒരു സ്ക്രീൻ പ്ലേയോ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്റ്റോ അതൊന്നും ആ ഒരു കഥയ്ക്കില്ല. അതിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇതൊരൊട്ടും ആസ്വാദ്യകരമായിട്ടുള്ളൊരു വാച്ച് അല്ല. വെറും 1.25 മണിക്കൂറോ 2 മണിക്കൂറോ ഉള്ളെങ്കിലും ബോറടിക്കുന്ന ഒരുപാട് അവസ്ഥകള്. ഈ ക്രിപ്റ്റൺ പ്ലാനറ്റ് തകരുന്ന ഒരു ഗ്രാഫിക്കൽ പരിപാടിയൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് അടിപൊളിയാണ്. എന്നിട്ട് പുള്ളിക്കാരി ഒരു പോഡിനകത്ത് ഇരുത്തിയിട്ട് പുള്ളിക്കാരിയുടെ അച്ഛൻ താഴെ എർത്തിലേക്ക് അയക്കും. അപ്പോൾ അവിടെ സൂപ്പർമാനുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇവർ വന്നിറങ്ങുന്നു. എന്നിട്ട് ക്രിപ്റ്റോണിയൻ ഭാഷ സംസാരിക്കും. അപ്പോൾ സൂപ്പർമാൻ അത് മനസ്സിലാവുന്നില്ല. അങ്ങനെ കുറച്ച് പാസ്റ്റിലെ ബ്ലാസ്റ്റ് സീനുകളൊക്കെ ഉണ്ട്. അത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റും ഇമോഷണൽ കണക്റ്റും ഭയങ്കര രസമാണ്. പിന്നെ വേറൊരു കുഞ്ഞുമോളുണ്ട്. ആ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കുടുംബം, അത് വേറൊരു പ്ലാനറ്റാണ്. അപ്പോൾ ആ ഫാമിലി മരിക്കുന്നതിൻ്റെ പ്രതികാരം, അത് ഭയങ്കര ഇമോഷണൽ കണക്റ്റും ആ കൊച്ചിൻ്റെ വാശിയും എങ്ങനെയും കൊന്നേ പറ്റൂ, പ്രതികാരം ചെയ്തേ പറ്റൂ എന്നുള്ളതും. പിന്നെ സൂപ്പർ ഗേളിൻ്റെ ഒരു പട്ടിയുണ്ട്. ആ പട്ടിയും ഒരു ഗ്രാഫിക്കൽ വർക്കാണ്, നല്ല രസമാണത്. ആ പട്ടിയുടെ മറ്റേ കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ രസമാണ്. അങ്ങനെ വളരെ കുറച്ച് ഹുക്ക് പോയിന്റ്സും കാര്യങ്ങളേ ഉള്ളൂ. ആ പട്ടിക്കൊരു പ്രശ്നം പറ്റുമ്പോൾ അതിനൊരു ആൻറ്റിഡോട്ട് വേണം, ഒരു വിഷം ഏൽക്കുന്നതിന് ആൻറ്റിഡോട്ട് വേണം. ഇവരുടെയൊക്കെ കോമൺ ആയിട്ട് ഒരു ജനറിക് വില്ലൻ, ഒട്ടും ഇമ്പാക്റ്റ് ഇല്ലാത്ത സെയിം വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലുകളിൽ കുറേ പരിപാടി ചെയ്യുക, മുഖത്ത് കുറേ മുത്തുകളും അതും ഇതുകളും ഒക്കെ വെച്ചിട്ട് കുറേ പരിപാടി ചെയ്യുക, അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. മറ്റേ അക്വാമാൻ ഉണ്ടല്ലോ, കുന്തം പിടിച്ചു വരുന്ന ആ മനുഷ്യൻ, ആ പടവും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ പുള്ളി ഇതിനകത്തുണ്ട്. ഒരു ബൗണ്ടി ഹണ്ടർ ലോബോ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ജെയ്സൺ മോമോ അങ്ങനെ കണ്ടാണ് ആ പുള്ളിയുടെ പേര്. അപ്പോൾ ആ ചങ്ങാതി ഇതിനകത്ത് ഉണ്ട്. പുള്ളി കുറച്ചുകൂടെ ഒരു ഓക്കെ, ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ട് പുള്ളിക്ക്. പക്ഷെ എങ്കിലും വലിയൊരു ഈ പടത്തിനെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് പുള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതും തോന്നിയില്ല. മൊത്തത്തിലൊരു മാഡ് മാക്സ് പരിപാടിയാണ്. ഫുൾ പൊടിപടലം, നമ്മുടെ പ്രശാന്ത് നീലിന്റെ പടങ്ങളിലെയൊക്കെ പോലെ അതും ഒരു മാഡ് മാക്സ് ഇതാണല്ലോ, അതിൽ നിന്ന് ഇൻസ്പയർഡ് ആണല്ലോ പുള്ളി. അപ്പൊ അങ്ങനത്തെയൊക്കെ മൊത്തം ഒരു ഇത്. പിന്നെ സൂപ്പർ ഗേളിലാണെങ്കിൽ ചില സമയത്ത് പുള്ളിക്കാരി മറന്നു പോകും. എനിക്ക് എക്സ്റേ കണ്ണുണ്ട്, അല്ലെങ്കിൽ ലേസർ ഉണ്ട്, ഈ പരിപാടിയൊക്കെ മറന്നു നിൽക്കുന്ന കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആകെ എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിനൊരു ട്രോമയുണ്ട്. ആ പാസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ആ പ്രശ്നങ്ങളൊക്കെ, അതായത് ആ ക്രിപ്റ്റൺ നശിച്ചു പോകുമ്പോൾ ഉള്ള വിഷമവും, അപ്പോൾ ഈ ബർത്ത്ഡേ മന്ത് ആയിട്ട് ആഘോഷിച്ചിട്ട് പല പ്ലാനറ്റ്സിൽ പോയി കുടിച്ച് ഫിറ്റായി അങ്ങനെ ഇതായിട്ട് നടക്കുന്ന ഒരാൾ, ആ ആ ക്യാരക്ടറൈസേഷനൊക്കെ നല്ല രസമുണ്ട്. അതൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ പുള്ളിക്കാരി ക്രിപ്റ്റോണിയൻ ഭാഷ സംസാരിച്ചിട്ട് അതിൽ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്ന കുറേ സീനുകളൊക്കെ നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഭയങ്കര വിറ്റിയായിട്ട് ഫൈറ്റ് സീക്വൻസിലൊക്കെ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു സ്വാഗും പരിപാടിയൊക്കെ പിടിച്ചതൊക്കെ കൊള്ളാം. നായിക നല്ല രസമാണ്. ഒരു പക്ഷേ ഇനിയും ഇതിന് വേറെ പാർട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര രസകരമായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സൂപ്പർ ഗേൾ തന്നെയാണ്. പക്ഷേ ഇതിലെന്തെങ്കിലും ഇമ്പാക്റ്റ് എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ സിനിമ ഞാനൊരു പക്ഷേ ഷസാമിന്റെ റിവ്യൂവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം DC, മാർവൽ ഈ പരിപാടികളൊക്കെ അത്യാവശ്യം കണക്ഷൻസ് എല്ലാം നല്ല രീതിയിൽ അറിയാവുന്ന ഒരാൾ ഷസാമാണ്. അപ്പം ഒരുപക്ഷേ ഷസാം റിവ്യൂ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമോ എനിക്കറിയില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതങ്ങനെ വലിയൊരു ആഹ് അത്രയും വലിയ കണക്ഷൻസോ വേറെ ഏതെങ്കിലും ക്യാരക്ടേഴ്സിനെ റിലേറ്റ് ചെയ്ത് പറയുന്നതായിട്ടുള്ള ഡയലോഗ്സ് ഒന്നും മൂവിയിൽ എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അതാണ് എൻ്റെ അഭിപ്രായം. സിനിമ കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക.